കത്തുന്ന വാഹനം തിരിച്ചറിഞ്ഞ മോട്ടോർ വാഹന വകുപ്പ്. പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാന്റേതാണ് വാഹനം. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യും. വാഹനവും ഉടമയും ഒളിവിലാണ്. വാഹന ഉടമയുടെ വീട്ടിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന്റെ പരിശോധന നടത്തും. ഈ വണ്ടി അന്നേ ദിവസം തന്നെ രാത്രി ഏകദേശം ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്തിരുന്നു. ഇവർ നമ്പർ പ്ലേറ്റ് ഒക്കെ മറച്ചു വെച്ചിരിക്കുക. ഈ നിയമലംഘനത്തോടൊപ്പം തന്നെ ഇവർ നമ്പർ പ്ലേറ്റ് എപ്പോഴും മറച്ചു വെച്ചാൽ ഇവർ ഈ വാഹനം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു പർട്ടിക്കുലർ വായിക്കൾ ഞങ്ങൾ അയാളുടെ ഇൻസ്റ്റ ID വഴിയൊക്കെ അവർ കൊളാബ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസിലൂടെ കയറി പോയി ഞങ്ങളിത് കണ്ടുപിടിച്ചു. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അതിലേക്ക് എത്താൻ കഴിഞ്ഞു. അയാളുടെ പടവും അയാൾ വണ്ടി ചരിക്കുന്ന പടവും ഇത് ചെയ്ത വർക്ക്ഷോപ്പും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് 24 വയസ്സുകാരൻ്റെ ഒരു വാഹനമാണ്. നിയമലംഘനമാണെന്ന് അറിയാതെ ചെയ്തു എന്നാണ് MVD ഉദ്യോഗസ്ഥരോട് കുറ്റസമ്മതം നടത്തിയത്. ഹാജരാകണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യഘട്ടത്തിൽ ഹാജരാകാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഒളിവിൽ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. നിലവിൽ എന്തായാലും വാഹനം ഉൾപ്പെടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ വാഹനം കൊട്ടാരക്കര MVDയുടെ കസ്റ്റഡിയിലേക്ക് വരും എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ നമ്മോട് പ്രതികരിച്ചത്. ഈ വാഹനത്തിൻ്റെ എക്സോസ്റ്റിനുള്ളിൽ സ്പാർക്ക് പ്ലഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ കത്തിത്തീരാത്ത ഇന്ധനം പുറത്തേക്ക് വരുമ്പോൾ അത്തരത്തിൽ തീ പുറത്തേക്ക് വരുന്ന രീതിയിൽ ബോധപൂർവം തന്നെയാണ് ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കിയിരുന്നത്. അത് ഈ ആളുകളെ ആകർഷിക്കുക എന്ന രീതിയിൽ തന്നെയായിരുന്നു. കുറച്ച് നാളുകളായി ഇത്തരത്തിൽ വിലസുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം കുണ്ട്രയിൽ ഒരു വിവാഹ സൽക്കാരത്തിനിടെ ആളുകൾ ശ്രദ്ധിക്കുകയും ഇത് വീഡിയോ ചിത്രീകരിച്ച് പിന്നീട് MVDക്ക് ഉൾപ്പെടെ പോലീസിനുൾപ്പെടെ അയച്ചു കൊടുക്കുകയും ചെയ്ത് ഇത് വലിയ വിവാദത്തിലേക്ക് വരുന്നത്.